ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഐ എം രാഗ്. കഴിഞ്ഞ വീക്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നത്, അതേപോലെ നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന നമ്മളുടെ സൺഡേ സെറ്റപ്പാണ്. സോ ലെറ്റ്സ് ഗോ. We are living in a dangerous and unprecedented moment in American history. This is not a time for wallowing in despair and hiding under the covers. Donald Trump's heavily trailed phone. The leader of China, Xi Jinping. While Vladimir Putin says he... Meanwhile, the French President, Emmanuel Macron. India's Prime Minister, Narendra Modi. Leader in Iran, Ali Khamenei. Senator Lula da Silva. Persons for the Israeli Prime Minister, Benjamin Netanyahu. President Erdogan has accused the opposition. The de facto leader of Syria. Giorgia Meloni, who's set to become Italy's, now Canada, will never, ever be part of America. We're fighting for our kids, for future generations. We're fighting for the future of this planet. കഴിഞ്ഞ ചൊവ്വാഴ്ച US ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീക്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിപ്പോയി. സോ ഞാനതെല്ലാം നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ആരോ കിടന്നങ്ങ് ഹോൺ അടിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കിൽ നമ്മളുടെ വ്യൂ എന്താണെന്നുള്ളതും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീക്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായതെന്നും എല്ലാം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ കഴിഞ്ഞ വീക്കിൽ ആ ഡേറ്റ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. 3.8% ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ ഹൈ ആണത്. 2023 മെയ് തൊട്ടുള്ള ഹൈ ആണ് ഈ വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് ഇൻഫ്ലേഷൻ ഹൈ ആയിട്ട് വരാനാണ് സാധ്യത എന്നുള്ളത്. സോ അതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചൊവ്വാഴ്ച ഉണ്ടായൊരു ന്യൂസ്. ആക്ച്വൽ നമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ പെട്രോൾ 28.4% ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, $100 നിങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ ഇപ്പോൾ $128 ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ എയർ ടിക്കറ്റുകൾ, ഫ്ലൈറ്റ് ടിക്കറ്റുകൾ 20.7% ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ബീഫിന് വില 14.8% ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. സോ ഓവറോൾ പ്രൈസ് എല്ലാത്തിൻ്റെയും വളരെ ഇൻക്രീസായി വന്നുകൊണ്ടിരിക്കുകയാണ്. യുഎസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ US ഡേറ്റയാണ് നോക്കുന്നത്. നമ്മൾ ഡോളറിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ നമ്മളുടെ ഫോറക്സ് കറൻസികളിൽ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് റിയൽ വേജസ്. നിങ്ങൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് ഫാളായിട്ടുള്ളത് 0.3% ആണ്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, ഇപ്പം നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു വ്യൂ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 50,000 രൂപ സാലറി ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾക്ക് 45,000 രൂപയാണ് ചിലവായിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ. ഇപ്പം നിങ്ങൾക്ക് ഈ 50,000 കിട്ടിയാലും ഈ ചിലവിനെക്കാട്ടിലും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ചിലവാകുകയാണ്. സോ അതാണ് സിറ്റുവേഷൻ. നോക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ശമ്പളം കൂട്ടി കിട്ടിയിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ശമ്പളം കൂട്ടി കിട്ടിയാലും നിങ്ങൾ സ്പെൻഡിങ് അതിനേക്കാട്ടിലും കൂടുതലാണ്. ഈ ഇൻഫ്ലേഷനും സാധനങ്ങൾക്ക് നിങ്ങൾ മേടിക്കുന്ന പൈസ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശമ്പളം തികയാതെ വരികയാണ്. അതാണ് ആ സിറ്റുവേഷൻ. അതാണ് റിയൽ വേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നോക്കിക്കാണേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് വന്നുകൊണ്ടിരിക്കും ആ ഒരു എക്കോണമി. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസാണ് കഴിഞ്ഞ വീക്കിൽ US സംബന്ധിച്ച് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ആകാൻ പോകുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മിഡിൽ ക്ലാസ് ഫാമിലി വളരെ വലിയ രീതിയിലുള്ള ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുന്തോറും ഈ ഒരു വാറിൻ്റെയും ഓയിലിൻ്റെയും ഒക്കെ പ്രൈസിൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു ഭയങ്കര ഒരു ടഫ് സ്റ്റേജിലേക്കാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്റ്റഡീസ് പറയുന്നത് ഇൻഫ്ലേഷൻ ഈ ഒരു റോങ് ഡയറക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും ഹയറിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളതാണ്. അപ്പം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇപ്പം ബിസിനസ്സുകളും ലോണുകളും എല്ലാം കൂടുതൽ എക്സ്പെൻസീവ് ആകുകയാണ്. വീണ്ടും ഭയങ്കര സ്ട്രഗിളിലേക്ക് ആൾക്കാർ മാറും, ആൾക്കാരുടെ സിറ്റുവേഷൻസ് മാറും. സോ അതാണ് നമ്മൾ മെയിനായിട്ട് അതിൽ നിന്ന് നോക്കിക്കാണേണ്ടത്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീക്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ച
മെയിനായിട്ടുള്ളത് നമ്മളുടെ ഇറാൻ്റെയും അമേരിക്കയുടെയും പീസ് ഡീലിൻ്റെ കാര്യമാണ്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ വീക്കിലും കോമഡി പരിപാടികൾ തന്നെയാണ് നടന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. സോ എന്താണ് ഇറാൻ കഴിഞ്ഞൊരു വീക്കിൻ്റെ തുടക്കത്തിൽ ഇറാൻ്റെ ഒരു പീസ് ഡീൽ പ്രപ്പോസൽ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവരുടെ പ്രപ്പോസൽ ഇത്രയേ ഉള്ളൂ: ലെബനാനിൽ നടക്കുന്ന വാറ് ഫുള്ളി സ്റ്റോപ്പ് ചെയ്യണം, ഇറാൻ്റെ സെക്യൂരിറ്റി ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കണം അമേരിക്ക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരെ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തണം എന്നുള്ളതാണ് ആ പ്രപ്പോസലിനകത്തൂടെ പറഞ്ഞത്. പിന്നീട് പറയുന്നത് ഇറാൻ്റെ ഇതുവരെ നടന്ന ഡാമേജുകൾക്കുള്ള ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കൺട്രോൾ ഇറാന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പ്രപ്പോസലിനകത്ത് അവർ പറഞ്ഞിരുന്നത്. ആസ് യൂഷ്വൽ ട്രംപ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. 47 വർഷമായിട്ട് ഇറാൻ ഈ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറ്റ് ദ മൊമെൻറ്റ് പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ ട്വീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ അൺഅക്സെപ്റ്റബിൾ ആണ് ഈ ഒരു പ്രപ്പോസൽ എന്നാണ് പുള്ളി ഹെഡിങ് വലിയ ക്യാപിറ്റൽ ലെറ്ററിൽ ട്വീറ്റ് ചെയ്തത് പുള്ളിയുടെ ഓൺ സോഷ്യൽ മീഡിയയിൽ. പിന്നീട് സാറ്റർഡേ ഒരു പുതിയ പ്രപ്പോസൽ ട്രംപ് ഇറാന് സെൻഡ് ചെയ്യുകയുണ്ടായി. അതിന് റിപ്ലൈ ആയിട്ട് ഇറാൻ്റെ സുപ്രീം ലീഡർ വളരെ അൺവേർത്തിയാണ്, ഇങ്ങേരുമായിട്ട് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതൊരു പീസ് ഡീലിന് വേണ്ടിയിട്ടുള്ള രീതിയിലല്ല US അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ഇറാൻ്റെ സുപ്രീം ലീഡർ അതിൻ്റെ ആ ഒരു പ്രപ്പോസലിനെതിരെ സംസാരിച്ചത്. സോ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സെയിമായിട്ട് 2-3-4 വീക്കായിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്നു, ഇവരൊരു പീസ് ഡീൽ വെക്കുന്നു, റിജക്റ്റ് ചെയ്യുന്നു, ഈ വക കാര്യങ്ങളെല്ലാം റിപ്പീറ്റഡായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നമുക്ക് വേറൊന്നും ഇതിനകത്തൂടെ കാണാനില്ല. പക്ഷേ ഈ ഒരു വീക്കിൽ മെയിനായിട്ട് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കണ്ടുവരുന്ന രീതിയിൽ നമുക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പറയും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇറാൻ്റെയും അമേരിക്കയുടെയും തമ്മിൽ ഈ ഒരു ഇറാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ലോങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ പോകുന്നതും അതേപോലെ തന്നെ ട്രംപിന് പെട്ടെന്നൊരു ഡീലിലേക്ക് എത്തിച്ചേരേണ്ട സാഹചര്യം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ, ഇറാൻ്റെ മിലിറ്ററി ഓൾറെഡി ഈ റെവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ടീമുകൾ ഓൾറെഡി ഈ ബോംബ് സർവൈവ് ചെയ്തേക്കാണ്. ഈ ബോംബിങ്ങും കാര്യങ്ങളും അറ്റാക്കും കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അവർ സ്റ്റിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ വരുന്ന ഇലക്ഷൻ, ട്രംപിൻ്റെ ഇലക്ഷന് മിഡ് ടേമിന് മുന്നേ തന്നെ പുള്ളിക്ക് ഇതിനകത്തൊരു പീസ് ഡീൽ കിട്ടിയാലേ കാര്യങ്ങൾ പുള്ളിയുടെ പോസിറ്റീവായിട്ട് പോവുള്ളൂ. അത് യൂട്ടിലൈസ് ചെയ്യാൻ നല്ല രീതിയിൽ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും പെട്രോളിന് 28% കൂടുതൽ, അതുപോലെ തന്നെ 3.2% ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ. സോ ഈ ഒരു സിറ്റുവേഷനിൽ ട്രംപിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ ആൾക്കാർക്ക് വളരെ താല്പര്യം കുറവാവാൻ സാധ്യത കൂടുതലാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇറാൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്തൂടെ. എന്തുകൊണ്ടാണ് നെക്സ്റ്റ് വീക്കിൽ ഈ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടാവും എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ വീക്കിൽ റിപ്പോർട്ട് ചെയ്തത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മിലിറ്ററി ആക്ഷൻസ് ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാനല്ല ഇസ്രയേലും അമേരിക്കയും അവരുടെ വെപ്പൻസ് ക്യാരിയിങ് എയർക്രാഫ്റ്റുകൾ ഒരുപാട് വന്ന് ഇറങ്ങുന്നതായിട്ടും അതേപോലെ തന്നെ കുറേ മിലിറ്ററി വെപ്പൺസ് വന്നിറങ്ങുന്നതായിട്ടും കുറേ സോൾജേഴ്സ് വന്നിറങ്ങുന്നതായിട്ടും ഒക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. സോ വലിയൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇറാൻ്റെ മേളിലേക്ക് അമേരിക്ക ഇസ്രയേൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഇന്ന് ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ അബുദാബിയിൽ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായേക്കാണ്. സോ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. വരണമെന്നില്ല ഒരിക്കലും. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ന്യൂയോർക്ക് ടൈമുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്ന് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഒരു അറ്റാക്കിനുള്ള സൂചന എന്നുള്ള രീതിയിൽ. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ബോംബിങ് ഇറാൻ്റെ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു എസ്കലേഷനിലേക്ക് മാറും. വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് സൂചനകൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്തൂടുള്ളത്. പിന്നീടുള്ളത് കാർഗ് ഐലൻഡാണ്. കാർഗ് ഐലൻഡ് എന്ന് പറയുന്നത് ഇറാൻ്റെ 90% ഓഫ് ഓയിലും കടന്നു പോകുന്ന ഒരു ഐലൻഡാണ്. അവരുടെ ഒരു ഹബ്ബ് പോലെ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ടേക്ക് ഓവർ, ഈ അമേരിക്ക അത് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ
അത് കൂടുതൽ ഇറാനെ താഴേക്ക് നയിക്കും. കാരണം അവരുടെ എക്കോണമി ഭയങ്കര ഡാമേജ് വരും അതിൻ്റെ ആ ഒരു റിസൾട്ടിൽ ഇവർ ടേക്ക് ഓവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. പിന്നീട് വരുന്നത് ഈ നേരെ സോൾജേഴ്സിനെ ഇറക്കി അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഡാമേജ് ചെയ്യുക എന്നുള്ളത്. അവരുടെ ന്യൂക്ലിയർ സ്റ്റേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഫിസിക്കലി റിമൂവ് ചെയ്യാന്നുള്ളത്. ഇതാണ് മെയിൻ രീതിയിലുള്ള ഒരു അറ്റാക്കായിട്ട് നമുക്ക് സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ റിപ്പോർട്ട് വരുന്നത് വെള്ളിയാഴ്ച UAEയോട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാർഗിൽ ഐലൻഡ് ബ്ലോക്ക് ചെയ്യാനും അത് സീസ് ചെയ്യാനുമുള്ള ഒരു മൂവ്മെൻറ്റ് അവർ തമ്മിൽ ഡിസ്കഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതിനകത്തുനിന്ന് എന്താണ് നോക്കിക്കാണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വാറ് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ വീണ്ടും എന്തെങ്കിലും ഒരു പ്രഷർ പഴയ പോലെ തന്നെ വരികയാണ് ഇറാൻ്റെ മുകളിലെന്നുണ്ടെങ്കിൽ വീണ്ടും ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കൂടും. 130, 120 ആ റേഞ്ചിന് മുകളിലേക്ക് വീണ്ടും ഓയിലിൻ്റെ പ്രൈസ് കൂടും. സോ നമ്മളുടെ ഡോളർ വീണ്ടും സ്ട്രെങ്തൻ ആവും, ഇൻഫ്ലേഷൻ കൂടും, പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റ് ഫോൾ ആവും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വന്ന് ഏറ്റവും അവസാനം വീണ് കിട്ടുന്ന പോലെ തന്നെ ട്രേഡേഴ്സിന് പണി കിട്ടും. സോ ഈ വക കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ നോക്കി കാണുന്നത്. പിന്നീട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വീക്കിൽ നടന്നത് ട്രംപിൻ്റെ ചൈന വിസിറ്റായിരുന്നു. വളരെ വലിയ മൂവ്മെൻറ്റം മാർക്കറ്റിൽ വരുമെന്ന് വിചാരിച്ചാണ്, ഒന്നും നടന്നില്ല. നമ്മൾ വിചാരിച്ച വലിയ ഡീലുകളും കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ല. 200 ബോയിങ് എയർക്രാഫ്റ്റിനുള്ള ഓർഡർ എന്തോ ചൈന എഗ്രി ചെയ്തിട്ടുണ്ട് US-ഉമായിട്ട്. അതേപോലെ തന്നെ US ഓയിൽ മേടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെയും US-ൻ്റെയും തമ്മിലുള്ള ഇതിനകത്തൊരു ഡീലും ഉണ്ടായിട്ടില്ല. എക്സ്പെക്റ്റ് ചെയ്തത് ചൈന എന്തെങ്കിലും ഇറാനോട് എഗ്രി ചെയ്ത് ഈ ഒരു വാറിൻ്റെ കണ്ടിന്യൂറ്റി കുറയ്ക്കുമെന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ US-ൻ്റെ എന്തെങ്കിലും ഡീല് ഇറാനോട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചൈന പുഷ് ചെയ്യുമെന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ നോക്കിക്കണ്ടത്. പക്ഷെ ഒരു കാര്യങ്ങളും നടന്നില്ല. നോക്കിക്കാണുകയാണെങ്കിൽ ചൈനയുടെ മെയിൻ ഒരു സോഴ്സ് ഓഫ് ഓയിൽ 90% ഓഫ് ഓയിൽ ഇറാനിൽ നിന്നാണ് വരുന്നത്. സോ അവർക്കിപ്പോൾ അത് മെയിനായിട്ട് ചീപ്പായിട്ട് കിട്ടുന്നു. അതേപോലെ തന്നെ ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ചൈനയ്ക്ക് തന്നെയാണ്. സോ അതിനകത്ത് വലിയ ചേഞ്ചുകളൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് പോയിട്ട് 200 ബോയിങ് എയർക്രാഫ്റ്റിൻ്റെ ഡീല് മാത്രമായിട്ടാണ്. അത് വലിയ ജിയോ പൊളിറ്റിക്കൽ സ്വിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വെറുതെ ഇവർ തമ്മിലുള്ള ഒരു ഡീല് മാത്രം ഉണ്ടാക്കിയിട്ട്, കൊമേഴ്ഷ്യൽ ഡീല് മാത്രം ഉണ്ടാക്കി തിരിച്ചു വരികയാണ് ചെയ്തത്. വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. സോ നെക്സ്റ്റ് വീക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ്റെയും US-ൻ്റെയും പീസ് ഡീലോ അല്ലെങ്കിൽ വാർ റീസ്റ്റാർട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് എയർക്രാഫ്റ്റ് നമ്മളുടെ US-ൻ്റെ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ ആ വഴി പോകുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാനും നമ്മുടെ ഇസ്രയേലും US-ഉം തമ്മിലുള്ള ട്രംപിനെ ഇസ്രയേൽ കോൾ ചെയ്ത്, ഇസ്രായേൽ പ്രസിഡന്റ് കോൾ ചെയ്ത് എന്തൊക്കെയൊക്കെ ഡിസ്കഷൻസ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് ഒരു ബിഗ് മൂവ് ഇറാൻ്റെ മേളിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു നെക്സ്റ്റ് വീക്ക്. സോ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ അബുദാബിയിൽ ഇറാൻ്റെ ഡ്രോൺ സ്ട്രൈക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇറാൻ്റെയും US-ൻ്റെയും പേരിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. പീസ് ഡീലോ പ്രപ്പോസലോ എല്ലാം വന്നു കഴിഞ്ഞാൽ 15-10% ഓയിൽ ഡ്രോപ്പ് ചെയ്യും, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. സോ അത് ഒരു ഗുഡ് ഡിസിഷനാണ്. പക്ഷേ റീസ്റ്റാർട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 130 അല്ലെങ്കിൽ 140, 100 ഒക്കെ റേഞ്ചിലേക്കൊക്കെ പ്രൈസ് വീണ്ടും കയറിപ്പോവാം. സോ ആ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഡോളർ വീണ്ടും സ്ട്രെങ്തൻ ആവും, അതേപോലെ തന്നെ മാർക്കറ്റ് സെൽ ഓഫ് ആവും, അതുപോലെ തന്നെ ഗോൾഡ് വീണ്ടും മേളിലേക്ക് പോകാൻ സാധ്യത വരും. ഈ വക കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു ഇറാൻ്റെയും US-ൻ്റെയും റീസ്റ്റാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് നോക്കി കാണേണ്ട കാര്യമാണ്. UK-യുടെ ജോബ്സ് ഡേറ്റ വരുന്നുണ്ട് നമ്മുടെ നെക്സ്റ്റ് വീക്ക് ചൊവ്വാഴ്ച. അത് GBP USD നോക്കുന്ന ആൾക്കാർ നോക്കേണ്ട കാര്യമാണ് ചൊവ്വാഴ്ച. അത് എത്ര പേര് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിയൽ വേജസ് നമ്മൾ മുമ്പേ സംസാരിച്ചതുപോലെ ഈ പ്രൈസ് വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത് ഈ റിയൽ വേജസുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അതിനകത്തൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കിട്ടുന്ന
ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പം 50,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 55,000 ആണ് ചിലവ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് വേജസ് കൂട്ടി കിട്ടിയാലും സേവിങ്സും കാര്യങ്ങളും ഒന്നുമില്ല, ഓവർ സ്പെൻഡിങ് ആകുകയാണ്. സോ UK ജോബ്സ് ഡേറ്റ വരുന്നുണ്ട്, അത് ചൊവ്വാഴ്ച നോക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബുധനാഴ്ച FOMC മിനിറ്റ് ഉണ്ട്. FOMC മിനിറ്റിനകത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ തന്നെ FOMC മീറ്റിങ്ങിൽ തന്നെ 4 പേര് അതിനകത്ത് ഡിസിഷൻസ് മാറ്റിയെടുത്തതിനുള്ളതിനൊക്കെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ അവരെന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ FOMC മിനിറ്റ്സിനകത്തൂടെ കിട്ടും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റിൽ പറയാം എന്താണ് ഈ FOMC മിനിറ്റ് എന്നുള്ളതിനെക്കുറിച്ച്. സോ അത് നോക്കിക്കാണ്ടാണ് അവരുടെ ഡിസിഷൻ. ഇനിയും അവർ റേറ്റ്സ് ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനാണോ സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം അതിനെയൊക്കെ ഇപ്പം ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനാണെങ്കിൽ വീണ്ടും കൂട്ടാനാണ് സാധ്യതയെങ്കിൽ സ്ട്രെങ്തൻ ആവും ഡോളർ. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് FOMC മിനിറ്റ്സിനകത്തൂടെ കാണാം. ബുധനാഴ്ചയാണ് അത് റിലീസാവുന്നത്. ഓക്കെ, വ്യാഴാഴ്ച UK ഇൻഫ്ലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ US PMI ഉണ്ട്, അതേപോലെ തന്നെ US ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. സോ വ്യാഴാഴ്ച പീക്ഡ് ആണ്. ഈ 3 ഡേറ്റാസ് വരുന്നുണ്ട്. US 2 ഡേറ്റയും UK 1 ഡേറ്റയും. UK ഇൻഫ്ലേഷൻ 3.3 ആണ് മാർച്ചിൽ വന്നത്. സോ ഏപ്രിലിലെ ഡേറ്റ വരുന്നത് 3.5 മുകളിലാണെന്നുണ്ടെങ്കിൽ റേറ്റ്സ് കട്ട് ചെയ്യാൻ സാധ്യതകൾ കുറവാണ്. സോ GBP സ്ട്രെങ്തൻ ആവാനാണ് സാധ്യത. GBP USD നോക്കുക വ്യാഴാഴ്ച. ഓക്കെ, US PMI എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ബിസിനസ്സുകൾ കൂടുതൽ ആൾക്കാരെ എടുക്കുന്നുണ്ടോ, അതേപോലെ തന്നെ എന്താണ് സപ്ലൈസ് കൂടുതൽ എടുക്കുന്നുണ്ടോ, എങ്ങനെയാണ് അത് ഗുഡായിട്ടാണോ ബാഡായിട്ടാണോ വരുന്നത്. എബവ് 50 എന്ന് പറയുന്നത് ഗുഡായിട്ടാണ് വരുന്നത്, അതേപോലെ തന്നെ ബിലോ 50 എന്ന് പറയുന്നത് വളരെ ബാഡായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റയാണ് US PMI. അതേപോലെ തന്നെ ജോബ്ലെസ് ക്ലെയിം, US ജോബ്ലെസ് ക്ലെയിം റേസിംഗ് ആണ്. റേസിംഗ് ക്ലെയിം എന്ന് പറയുന്നത് എന്താണ് ബിസിനസ്സുകൾ ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുന്നു, ജോലിയിൽ നിന്ന് പിടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആണ്. അതിൻ്റെ അർത്ഥം അത് ബാഡ് ഫോർ ദ ഡോളറാണ്. അതും നോക്കിക്കാണാം. വ്യാഴാഴ്ച ഈ 3 ഡേറ്റകൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, US കൺസ്യൂമർ ഡേറ്റ വരുന്നുണ്ട്. ഈ US യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ്റെ ഒരു സർവേ ആണ്, എല്ലാ മന്തിലും ഉണ്ടാവുന്നതാണത്. അത് നോക്കുന്നത് ഹൗ കോൺഫിഡൻറ്റ് അമേരിക്കൻ പീപ്പിൾ ഇപ്പം അവരുടെ മണിയോടുള്ളത് കോൺഫിഡൻ്റ് ആണോ അതോ സ്കെയർഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, വളരെ സ്കെയർഡ് ആയിട്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. സോ എന്താണ് FOMC മിനിറ്റ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ FOMC മീറ്റിങ്ങും FOMC മിനിറ്റും കാണാറുണ്ട്. FOMC മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീക്ക് FOMC മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അതിനകത്ത് നമ്മളൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ഈ FOMC എന്ന് പറയുന്നത് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയാണ്. ഇതിനകത്ത് ഇവരാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണോ, റേറ്റ്സ് കട്ട് ചെയ്യണോ, അതുപോലെ ഹോൾഡ് ചെയ്യണോ, അതുപോലെ വീണ്ടും കൂട്ടണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവർ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ്സ് ഒക്കെ നടത്തി 12 പേരുടെ ഒരു കമ്മിറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ്സ് ഒക്കെ നടത്തിയാണ് അവർ ഇതിനൊരു റേറ്റ് ഡിസിഷൻ അറ്റ് ദ ഫൈനലിൽ കൊണ്ടുവരുന്നത്. സോ കഴിഞ്ഞതിനകത്ത് നമ്മൾ കണ്ടായിരുന്നു 4 പേര് അതിനകത്തുനിന്ന് വിയോജിപ്പായിട്ടുള്ള ഡിസിഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലാസ്റ്റ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. സോ ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് ഇതൊരു ഡയറി പോലെ കാണുക. ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും. ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്, എത്ര പേര് ഇതിനെക്കുറിച്ച് ഡോളറിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചും ഇൻഫ്ലേഷനെ കുറിച്ചും അതുപോലെ തന്നെ എന്താണ് റേറ്റ്സ് കട്ടിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഭാവിയിൽ അവർ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഉള്ള കാര്യങ്ങൾ നമുക്ക് ഈ മിനിറ്റ്സിനകത്ത് കാണാൻ പറ്റും. സോ എന്തുകൊണ്ട് അത് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ സംസാരിച്ചേക്കുന്നത്, ഏതൊക്കെ ഡിസിഷൻസാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്നേക്കുന്നത്, എല്ലാ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഡോളറിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ചും അവർ ഭാവിയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടതിനെക്കുറിച്ചും ഒക്കെ ചെറിയ ഹിൻറ്റുകളും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം ഡോളറിനെ വല്ലാണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ FOMC മിനിറ്റ് വരുന്ന സമയത്തുണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് ഈ FOMC മിനിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കേണ്ടത്. അതിനകത്തൂടെ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, അതുപോലെ അവരുടെ ഒരു സെൻറ്റിമെൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളും അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നതെന്നും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് FOMC മിനിറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മളുടെ പിപ് ടോക്കാണിത്. ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്.
സോ മനസ്സിലായി എന്നുള്ളത് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഈ ഒരു വീക്കിൽ അമേരിക്കയുടെ പ്രൈസ് 3.8% 3 ഇയറിൻ്റെ ഹൈയിലേക്ക് മാറി. അതേപോലെ തന്നെ 28% പെട്രോളിൻ്റെ വില കൂടി, ബീഫിൻ്റെ വില 14% കൂടി. അതുപോലെ ഇറാൻ്റെ ടോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായത്, അവരുടെ ഒരു ഡിസിഷനും എങ്ങും എത്താഞ്ഞത്. അതേപോലെ തന്നെ ഈ വീക്കിൽ ഇവരുടെ വാറുകൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്, വാർ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ മൂന്ന് മെയിൻ ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഇത് ഏതൊക്കെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞ ആ ഐലൻഡ് ബ്ലോക്ക് ചെയ്യുന്നതിനെക്കുറിച്ച്, UAE ആയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും നടന്നതിനെക്കുറിച്ചും, അതേപോലെ ബോംബിങ് സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അതേപോലെ തന്നെ മിലിറ്ററി ഗ്രൗണ്ട് അറ്റാക്ക് നടത്താനുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. സോ പിന്നീട് നമ്മൾ സംസാരിച്ചത് ചൈനയുടെ ഡീലാണ്. അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും അതിനകത്ത് കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നീട് നമ്മുടെ നെക്സ്റ്റ് വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി കാണേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീക്കിൽ സംസാരിച്ചത്. സോ ഇറാൻ്റെ ഡീലിനെ കുറിച്ച് പ്രോപ്പറായിട്ട് നോക്കുക. പിന്നെ ഫോക്കസ് ഓൺ പ്രൈസ് ആക്ഷൻ. നിങ്ങൾ വലിയ ചോപ്പിയായിട്ടുള്ള മാർക്കറ്റുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ മാറിയിരിക്കുക. പിന്നീട് നിങ്ങളുടെ സ്ട്രാറ്റജീസ് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ ഈ ജിയോ പൊളിറ്റിക്സും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിലും അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊന്നും നോക്കാതെ മെക്കാനിക്കലി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ യുവർ പ്രൈസ് ആക്ഷൻ ആൻഡ് സെറ്റപ്പ് വരുന്ന സമയത്ത് അതിനകത്ത് എൻ്റർ ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നും നോക്കാൻ നിൽക്കണ്ട. സോ ഇത്രയായിരുന്നു നമുക്ക് ഈ വീക്കിലുണ്ടായിരുന്നത്. ഇന്ന് തന്നെ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇന്ന് ഞാൻ സൺഡേ ആണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഭയങ്കര ബിസി ആയിപ്പോയി. കഴിഞ്ഞ വീക്കിലും ഭയങ്കര ബിസി ആയിപ്പോയി. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും എനിക്ക് ഈ സാധനങ്ങൾ ഇട്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തില്ല, സൺഡേ സെറ്റപ്പ് അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ എന്താണ് കഴിഞ്ഞ വീക്കിൽ നടന്നതെന്നും നെക്സ്റ്റ് വീക്കിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സ്റ്റോറി ഇട്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അറിയിക്കാറുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതുപോലെ നല്ല റിവ്യൂ ആണ് നമ്മളുടെ ഫോറക്സ് പഠിക്കുന്ന സീരീസിനെ കുറിച്ച് കിട്ടുന്നത്. ഒരുപാട് പേര് അത് ഹെൽപ്ഫുള്ളായി പഠിച്ചു പോകുന്നുണ്ട്. ഞാനിത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എനിക്ക് ഒരുപാട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര റിപ്പോർട്ടിങ്ങും അതുപോലെ കുറേ സൈബർ അറ്റാക്ക് പോലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. കുറേ ബോട്ട്സ് ഒക്കെ വന്ന് കയറുന്നുണ്ട്. അതിന് ഞാനിപ്പം മാനേജ് ചെയ്യാൻ ഒരു ടീം, ഒരു പയ്യനെ അറേഞ്ച് ചെയ്തു. വാട്ടെവർ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എല്ലാ സാധനങ്ങളും അപ്ലോഡ് ചെയ്യും. നോ വെറീസ്. നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഫോറക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഇനിയും വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല. ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ നിങ്ങൾ സൺഡേ സെറ്റപ്പ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോറീസ് വന്ന് കാണുക. ഞാൻ ചിലപ്പോൾ ബിസി ആകുന്ന സമയത്താണ് എനിക്ക് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഓക്കെ, അപ്പം സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്.